ശാലോം ടെലിവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ അരമണിക്കൂർ സമയത്തേക്ക് ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. കാരണം അതെല്ലാം ദൈവനിവേശിതമാണ്. വിശുദ്ധ ബൈബിൾ ഈ ദൈവനിവേശിതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് മനുഷ്യരുടെ കരങ്ങളിലൂടെയാണെങ്കിലും ദൈവത്തിൻ്റെ സ്വരം അതിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇന്നത്തെ നമ്മളുടെ ഇവിടുത്തെ ഈ പരിചിന്തനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വചനഭാഗങ്ങൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ്. ഈ 2-ാം ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ വളരെയധികം കഷ്ടപ്പെട്ട് തൻ്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും വിദ്യാഭ്യാസവും ഉന്നതങ്ങളുടെ സ്വാധീനവുമെല്ലാം വെടിഞ്ഞിട്ട് യേശുവിനെക്കുറിച്ചുള്ള അറിവ് ഏറ്റവും വിലയുള്ളതാണ് എന്ന് തോന്നിയതുകൊണ്ട് ആ യേശുവിനെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ അന്നത്തെ അറിയപ്പെടുന്ന ലോകങ്ങളിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം കൊറിന്തോസിലെത്തിയത്. ഈ കൊറിന്തോസിലെ ജനങ്ങൾ ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവരല്ല. ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവർ പുറജാതിക്കാരാണ്. പൗലോസ് സ്വയം വിളിക്കുന്നത് പുറജാതിക്കാരുടെ അപ്പോസ്തലൻ എന്നാണ്. അങ്ങനെ ആ പുറജാതിക്കാരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അപ്പോസ്തലൻ ഗലാത്യർ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവിടെ അദ്ദേഹം ചെന്നപ്പോൾ ഒരു ദൈവദൂതനെ പോലെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും എന്നാൽ പിന്നീട് അദ്ദേഹത്തിനെതിരെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതൊക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കൊറിന്ത്യർ ലേഖനത്തിലും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. ഇന്ന് ഞാൻ വായിക്കുന്നത് കൊറിന്ത്യർ ലേഖനം 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണ്. 5-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്കെല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. ഇവിടെ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. 2 കൊറിന്ത്യർ 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയും, ഞങ്ങൾ അതിനാൽ ഇപ്പോൾ മുതൽ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. പൗലോസ് പറയുന്നത് ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷേ ആ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മളുടെ യാത്രയെ നമ്മൾ നയിക്കുന്നത്.
നമ്മളുടെ ഉള്ളിൽ ചില ആശയങ്ങൾ, ചില ബോധ്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ കണ്ടിട്ടുണ്ട് അന്ധരായ മനുഷ്യർ. അവർ നടന്നു പോകുന്നത് കണ്ടിട്ടല്ല, കാഴ്ചയാലല്ല അവർ പോകുന്നത്. അവർ പോകുന്നത് അവരുടെ ഉള്ളിലുള്ള ചില വിശ്വാസത്താലാണ്. അവരുടെ കയ്യിൽ മുമ്പിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയാനായിട്ട് ഒരു പ്രത്യേകതരം വടിയുണ്ടാകും. ആ വടി കൊണ്ട് അവർ തപ്പി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, ഈ വടി കൊണ്ട് അവർക്ക് മുമ്പിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയാൻ കഴിയുമെന്ന്. ഇനി അത് മാത്രമല്ല, അവരെ ആരും ഉപദ്രവിക്കുകയില്ല എന്നവർക്കൊരു വിശ്വാസമുണ്ട്. അവരൊരു വണ്ടിയുടെ വാഹനത്തിൻ്റെ മുമ്പിൽ ചെന്ന് പെടുകയാണെങ്കിൽ അന്ധനാണെന്ന് കാണുമ്പോൾ ആ വണ്ടി ഓടിക്കുന്നയാൾ നിർത്തിക്കൊടുക്കുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. നേരെ മറിച്ച് നമ്മൾ കാഴ്ചയുള്ളവർ അതുപോലെ ഒരു വണ്ടിയുടെ മുമ്പിലേക്ക് ചെന്നാൽ അത്ര പെട്ടെന്നൊന്നും നിർത്തണമെന്നില്ല, നമ്മൾ അപകടത്തിൽ ചാടും. നേരെ മറിച്ച് ഈ അന്ധൻ്റെ വിശ്വാസം, ആ വിശ്വാസത്തിലാണ് അവൻ പോകുന്നത്. പൗലോസ് പറയുന്നത്, ഞങ്ങൾ പോകുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. കാഴ്ചയാലാണ് ഞങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഞാൻ ശരിക്കും മറുപടി പറയേണ്ടി വരും, ഒരു മനുഷ്യനെന്ന നിലയിൽ, ഒരുപക്ഷെ ശാരീരികമായി തന്നെ. എന്താ പൗലോസിനെതിരെ കൊറിന്തോസുകാർ ഉന്നയിച്ച ആരോപണങ്ങൾ? ഒരുപാട് ആരോപണങ്ങളുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ്റെ പ്രകൃതി എപ്പോഴും സമൂഹത്തിൽ നേതൃത്വത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അസൂയയുണ്ടാകും മറ്റുള്ളവർക്ക് നേതൃത്വത്തിലേക്ക് വരുന്നവരെക്കുറിച്ച്. പൗലോസ് തീക്ഷ്ണമതിയായ ഒരു സുവിശേഷ പ്രഘോഷകനായിരുന്നു. ചെല്ലുന്നിടത്തെല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റും ആളുകൾ കൂടുന്നു. അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം, വാഗ്ധോരണിയിൽ അനേകം പേര് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്നു. ഇങ്ങനെ സ്വീകരിച്ച് വന്നവരുടെ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ പൗലോസ് പലരെയും ആക്കിയിട്ടുണ്ടാകും. ഇവിടെ പറഞ്ഞു വരുന്നത്, പൗലോസിനെക്കുറിച്ച് അവർ പറയുകയാണ്, നീ അങ്ങനെ ആള് കളിക്കാൻ ശ്രമിക്കേണ്ട, നീ അപ്പസ്തോലനല്ല, നീ കർത്താവിനെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ മാത്രമല്ല നീ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ട് പണം പിരിക്കാൻ വന്നിരിക്കുകയല്ലേ, നീ ഞങ്ങളുടെ ഇടയിൽ വന്ന് ഞങ്ങളെ പേടിപ്പിക്കാനൊക്കെയല്ലേ വന്നിരിക്കുന്നത്, നിൻ്റെ കത്ത് ഭയങ്കര ശക്തമാണ്, പക്ഷേ നീ അടുത്ത് വരുമ്പോൾ ഒരു ഗുണവുമില്ല, നിന്നെ കാണാൻ പോലും കൊള്ളുകയില്ല. ഇങ്ങനെ പൗലോസിനെക്കുറിച്ച് അനേകം ആരോപണങ്ങൾ അവരുന്നയിക്കുകയാണ്. ആരായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ളത്? തീർച്ചയായിട്ടും പൗലോസ് നേതൃത്വം കൊടുത്ത ആ മനുഷ്യരുടെ എതിരാളികളായിരിക്കും. തങ്ങൾക്ക് കിട്ടാതെ പോയ ആ സ്ഥാനമാനങ്ങളെ ഓർത്ത് അസൂയപ്പെട്ട് പൗലോസിനെതിരെ അവർ തട്ടിക്കയറുന്ന രംഗമാണ് കാണുന്നത്. ഇവിടെയാണ് പൗലോസ് പലപ്പോഴും പറയുന്നത്, ഞങ്ങൾ കാഴ്ചയാലല്ല, നിങ്ങളെന്ത് ചെയ്യുന്നു, നിങ്ങളെന്ത് പറയുന്നു, അത് കണ്ടിട്ടല്ല ഞങ്ങൾ നയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിനാലല്ല ഞങ്ങൾ നയിക്കപ്പെടുന്നത്. നേരെ മറിച്ച് ഞങ്ങൾ വിശ്വാസത്താലാണ്. എന്താ ഈ വിശ്വാസം എന്ന് പറയുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം എന്താണ്? ആ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നതല്ല, കർത്താവ് പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് വിശ്വസിക്കുന്നതല്ല. അതൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച പുത്രനായ ദൈവമാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുക. ഇങ്ങോട്ട് വന്നതൊരു പ്രത്യേക ദൗത്യവുമായിട്ടാണ്. ആ ദൗത്യം എന്താണ്? ദൈവത്തിലേക്ക് വീണ്ടും പാപിയായ മനുഷ്യനെ അടുപ്പിക്കാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കണം. ആ വഴി എന്താണ്? ആ വഴി മറ്റൊന്നുമല്ല, കർത്താവ് കടന്നുപോയ അതേ വഴി തന്നെയാണ്. ആ വഴി എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മനുഷ്യനായിട്ട് അവതരിച്ച്, മനുഷ്യനായിട്ട് ജീവിച്ച്, ഒരുപാട് ആരോപണങ്ങൾക്കൊക്കെ ഇരയായി, പീഡകൾ സഹിച്ച്, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുക, മരിച്ച് ഉത്ഥാനം ചെയ്യുക, മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. ഈ ഒരു ദൗത്യവുമായിട്ടാണ് അവിടുന്ന് വന്നത്. ഇപ്രകാരം അവിടുന്ന് നമുക്ക് ഒരു മാതൃക കാണിച്ചു തരികയാണ്, വഴി കാണിച്ചു തരികയാണ്. ഈ വഴിയിലൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ദൈവത്തെങ്കിലേക്ക് അടുക്കുവാനുള്ള മാർഗമുണ്ട്.
നമുക്കറിയാം, നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ, നമ്മൾക്കെതിരെ ആരെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാനാണ് പലപ്പോഴും നമുക്ക് പ്രേരണ ഉണ്ടാകുന്നത്. അത് കൂടുതൽ പേരും പ്രയോഗത്തിലാക്കുകയും ചെയ്യും. നേരെ മറിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സമൂഹത്തിൽ സമാധാനം സംസ്ഥാപിക്കുവാൻ കഴിയുകയില്ല. നേരെ മറിച്ച് നീ ഒരു ബലിയായിത്തീരുമ്പോൾ, നീ ഒരു പക്ഷേ ഈ സമൂഹത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെടുമ്പോൾ അപ്പോഴാണ് ഈ സമൂഹത്തിൽ സമാധാനമുണ്ടാവുക. ഒരു ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് എന്ന് പ്രധാന പുരോഹിതൻ കയ്യഫാസ് ഈശോയെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്. അതേക്കുറിച്ച് സുവിശേഷൻ പറയുന്നത് അവൻ പ്രവചനങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്നാണ്. അതായത് ഒരു സമൂഹം മുഴുവൻ നശിക്കാതിരിക്കാൻ ഒരുവൻ മരിക്കണമെന്നുള്ള പ്രവചനം അങ്ങനെ പൂർത്തിയാകപ്പെടുകയാണ് ചെയ്യുന്നത്. അത് കയ്യഫാസ് ഒന്ന് ഏറ്റുപറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുതന്നെയാണ് ഒരു ക്രൈസ്തവ ദൗത്യമെന്ന് പറയാവുന്നത്. അതായത് യേശു വന്നത് ഇപ്രകാരം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മരിക്കാൻ തയ്യാറുള്ള അനേകായിരങ്ങൾ അവിടുത്തെ പിന്നാലെ വരുമ്പോഴാണ് ഈ സമൂഹത്തിന് രക്ഷയുണ്ടാവുക, നന്മയുണ്ടാവുക. ഈ രക്ഷയെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പലപ്പോഴുമുള്ള മനസ്സിൽ വരുന്ന ഭാവനയിലേക്ക് കടന്നു വരുന്ന ചിന്ത മരണശേഷം ഏതോ ഒരു ലോകത്തിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. സ്വർഗത്തിലേക്ക് പോവുക, സ്വർഗത്തിൽ കയറുക, മുകളിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്തിലേക്ക് പോകുന്നത് പോലെയാണ് പറയുന്നത്. നേരെ മറിച്ച് കർത്താവ് തരുന്ന രക്ഷയെന്ന് പറയുന്നത് അങ്ങനെ മരണശേഷം കിട്ടാൻ പോകുന്നൊരു കാര്യം മാത്രമല്ല. അത് ഈ ലോകത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ ഈ യേശുവിൻ്റെ മാർഗമല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ബാക്കി ഏതൊരു മാർഗം എടുത്തു നോക്കുക, അക്രമത്തിൻ്റെ മാർഗം അല്ലെങ്കിൽ കൊല്ലിൻ്റെയും കൊലയുടെയും മാർഗം, എന്നെ എതിർക്കാൻ വരുന്നവനെ ഞാൻ കൊന്നു തീർക്കുന്നു, എന്നെ തെറി വിളിക്കുന്നവനെ ഞാൻ തിരിച്ച് തെറി വിളിക്കുന്നു, എന്നെ ചതിക്കുന്നവനെ ഞാൻ ചതിക്കുന്നു. അങ്ങനെ പോയാൽ ഈ ലോകം എവിടെ ചെല്ലും? ഇത് പ്രയാസമേറിയ കാര്യമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? പക്ഷേ ഇതല്ലാതെ വേറൊരു മാർഗമില്ല. നിത്യജീവനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുന്ന ദൈവികമായിട്ടുള്ള ആ ഒരു അനുഭവം, ആ ഒരു സാമീപ്യം, അതിനെയാണ് നിത്യജീവൻ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഏക സത്യദൈവമായ അവിടുത്തെ അറിയുക, അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക. അറിയുക എന്നത് ഒരു ബൗദ്ധികമായ കാര്യമല്ല, അനുഭവത്തിലൂടെ അറിയുക. ഈ ദൈവവും യേശു ക്രിസ്തുവുമായിട്ട് ഞാൻ ഒന്നായിത്തീരുക. ഒന്നായിത്തീരണമെങ്കിൽ നമുക്കറിയാം, ആ ഒന്നായിത്തീരേണ്ട രണ്ട് വ്യക്തികളും ഏതാണ്ട് ഒരേ അവസ്ഥയിലായിരിക്കണം. ഒരാൾ പാപിയും മറ്റേയാൾ പുണ്യവാനുമാണെങ്കിൽ ഒന്നാകൽ നടക്കുകയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. ഈ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ചെടികളിലും ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. നമുക്കറിയാം, പ്ലാവിൽ കൊണ്ടുപോയിട്ട് റബ്ബർ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ കാപ്പിയിൽ കൊണ്ടുപോയിട്ട് പ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അത് പിടിക്കുകയില്ല. കാരണം അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജാതികളിൽ വർഗ്ഗങ്ങളിൽ പെടുന്ന ചെടികളാണ്. ഇതുപോലെ തന്നെ ഈ ചേരുകയില്ലാത്ത രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മൾ പാപികളായ നമ്മൾ യേശുവിനോട് ഒന്നാകാൻ ശ്രമിച്ചാൽ, അല്ലെ അവിടുത്തെ അറിയാൻ ശ്രമിച്ചാൽ, അവിടുത്തെ അറിയാൻ ശ്രമിക്കുന്നവർ അവിടുത്തെ പോലെ ആകണം. എങ്കിലേ നമുക്ക് ആ അറിവ് പൂർണ്ണമാകാൻ കഴിയുകയുള്ളൂ.
അതായത് യേശുവുമായിട്ട് ദൈവവുമായിട്ട് ഒന്നായിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. വീട്ടിൽ നമുക്കറിയാം, നമ്മൾ പിള്ളേർ ചെളിയിൽ കിടന്നുരുണ്ടിട്ട് പപ്പായുടെ മടിയിൽ കയറി ഇരിക്കാൻ വന്നാൽ സമ്മതിക്കുകയില്ല, പോയി കുളിച്ചിട്ട് വരാൻ പറയും. കാരണം ചെളി പിടിച്ച കുട്ടിയുടെ ശരീരവും വൃത്തിയായിരിക്കുന്ന പപ്പായുടെ ശരീരവും തമ്മിൽ ചേരുകയില്ല. അതാണ് അതിൻ്റെ കാരണം. അങ്ങനെ അതുകൊണ്ട് കുട്ടിയുടെ ശരീരത്തിലുള്ള ചെളി കഴുകിക്കളഞ്ഞ് വരുമ്പോൾ മാത്രമേ പപ്പായുമായിട്ട് ഒന്നായിരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവമായിട്ട് ഒന്നായിരിക്കാൻ കഴിയണമെങ്കിൽ ഈ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോയേ മതിയാകൂ. അങ്ങനെ കടന്നു പോകുമ്പോൾ അത് യേശുവിൻ്റെ വഴി തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എല്ലാം ചെയ്യാൻ പോയാൽ തീർച്ചയായിട്ടും പരാജയമായിരിക്കും ഫലം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു വഴിയെ പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ വഴി നമ്മളെ ശരിയായ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഇപ്പോഴാണ് നിങ്ങൾക്കറിയാം, ഈ ഗൂഗിൾ മാപ്പുണ്ട്. വഴിയൊക്കെ തെറ്റിപ്പോവുകയാണെങ്കിൽ നമ്മൾ ആ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോകും. ഈ ഗൂഗിൾ പറയുന്ന കാര്യം നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയിൽ കുറേയൊക്കെ തടസ്സങ്ങൾ കണ്ടാലും കുറേയൊക്കെ കുണ്ടും കുഴിയുമൊക്കെ കണ്ടാലും നമ്മൾ പിന്നെയും ആ തടസ്സങ്ങളൊക്കെ പരിഗണിക്കാതെ പോവുകയാണ്. കാരണം നമ്മളിലൊരു വിശ്വാസമുണ്ട്, ഈ ഗൂഗിൾ കാണിച്ചു തരുന്ന വഴി ശരിയാണ് എന്നുള്ളത്. കുറച്ചു കാലം മുമ്പ് എവിടെയോ ഒരു വാർത്ത വായിച്ചു ഓർക്കുന്നു. ഒരാളിതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കി വലിയൊരു ഭാരം കയറ്റി വണ്ടിയും ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോയി എന്തു പറ്റി? ഈ ഭാരവണ്ടികൾക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ മോശമായ കുന്നുകളും വളവുകളുമുള്ള ഒരു വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവസാനം ആ വണ്ടി മറിഞ്ഞതായിട്ട്. അപ്പോൾ ഇയാൾ ഈ വണ്ടി ഈ മാപ്പ് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് കൊണ്ടുപോവുക ചെയ്തത്, ഒരു വിശ്വാസം. പക്ഷേ ഇവിടെ അങ്ങനെ ഗൂഗിൾ മാപ്പൊന്നും അല്ല നമ്മളെ ജീവിതത്തിൽ നയിക്കുന്നത്. ഗൂഗിൾ മാപ്പിൻ്റെ പിറകിൽ എപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിയാണുള്ളത്. നമുക്കറിയാം, മനുഷ്യൻ്റെ ബുദ്ധി എപ്പോഴും പരിമിതമാണ്, അതിനെപ്പോഴും തെറ്റുപറ്റാം. ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കിയ കൂട്ടർക്ക് തെറ്റുപറ്റിയെന്ന് വരാം. അത് യന്ത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, കമ്പ്യൂട്ടറാണ്. പക്ഷേ നമ്മൾ പോകുന്ന വിശ്വാസം ഗൂഗിൾ മാപ്പിലുള്ള വിശ്വാസം അനുസരിച്ചല്ല, അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. നമ്മളെ നയിക്കുന്ന കാര്യത്തിൽ ദൈവത്തിനെപ്പോഴും ശരി മാത്രമേ കാണിച്ചു തരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞങ്ങൾ വിശ്വാസത്താലാണ് പോകുന്നത്. ദൈവം കാണിച്ചു തരുന്ന ആ ഒരു മാർഗനിർദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ആ മാർഗനിർദ്ദേശം യേശുവിൻ്റെ മാർഗനിർദ്ദേശമാണ്, വേറൊന്നുമല്ല. ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ, ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എൻ്റെ ഭാവി എന്തായിരിക്കും? ഒന്നും ഒരു വ്യക്തതയോടുകൂടി കാണാൻ കഴിയുന്നില്ല. പക്ഷേ കർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നു. വചനം വായിക്കുമ്പോൾ ഇതാണ് കിട്ടുന്നത്. എന്ത് ചെയ്യണം? പറയാനൊന്നേ ഉള്ളൂ, വിശ്വാസം മൂലമാണ് നമ്മൾ ജീവിക്കുന്നത്, കാഴ്ചയാലല്ല. എന്ന് വിചാരിച്ച് കണ്ണിൻ്റെ കാഴ്ചയിലൂടെ കാണുന്ന കാര്യങ്ങൾ അവഗണിക്കണമെന്നുള്ളതല്ല. പോകുന്ന വഴിക്കൊരു തടസ്സമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിപ്പോകണം, അല്ലെ മാറ്റിയിട്ട് പോകണം. അതിനാണ് നമുക്ക് കണ്ണു തന്നിരിക്കുന്നത്. നേരെ മറിച്ച് കാഴ്ച മാത്രമല്ല നമ്മളെ നയിക്കേണ്ടത്, പ്രത്യുത അതിനപ്പുറത്തുള്ള വിശ്വാസം കൂടിയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് ഇതിലെല്ലാം പോയി, ഒരുപാട് സ്ഥലങ്ങളിലൂടെ എല്ലാം പോയി. അദ്ദേഹം തന്നെ പറയും, എനിക്ക് ഒരുപാട് അപകടങ്ങളുണ്ടായി, കപ്പൽ അപകടത്തിൽപ്പെട്ടു, അടി കിട്ടി, ജയിലിൽ കിടന്നു, ആളുകൾ എന്നെ ഓടിച്ചു, പാമ്പ് കടിച്ചു. പക്ഷേ ഇതൊന്നും എന്നെ തളർത്തുന്നില്ല. കാരണം എന്താണ്? ഞാൻ പോകുന്നത് വിശ്വാസത്താലാണ്, അല്ലാതെ എന്തെങ്കിലും കാണുന്നത് കൊണ്ടല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും. എന്താ ഈ ശരീരത്തിൽ എന്ന് പറയുന്നത്? ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള രീതിയിലുള്ള ജീവിതത്തിൽ നിന്ന് അകന്നിരിക്കുക. അതിനെയാണ് ജഡിക ജീവിതം എന്ന് പറയുന്നത്. ശാരീരികമായിട്ടാണ് നമ്മൾ എപ്പോഴും എന്താ ശ്രദ്ധിക്കുക? ശരീരത്തിൻ്റെ കാര്യങ്ങളാണ്, അതായത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. നശ്വരമായി നശിച്ചു പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുക എന്ന് പറയുമ്പോൾ
അർത്ഥമാകുന്നത്. ഇതിൽ നിന്നെല്ലാം അകന്നിരിക്കാൻ കഴിയുക. ചിലപ്പോൾ നമുക്കറിയാം, നമ്മളുടെ വസ്ത്രധാരണവും നമ്മുടെ ഭൗതികമായ വസ്തുക്കളുടെ ഉപയോഗമെല്ലാം കാണുമ്പോൾ അറിയാം ഈ വ്യക്തിയുടെ ചിന്തകൾ എവിടെയാണ്. ഈ വ്യക്തി യഥാർത്ഥത്തിൽ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണോ അതോ കാഴ്ചയാലാണോ? നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് പുതിയ പുതിയ വസ്ത്രങ്ങൾ, പുതിയ പുതിയ വസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കാണും. അപ്പോൾ ശരീരത്തിനോടാണ് കൂടുതൽ അടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വസ്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടാനായിട്ട് ശ്രമിക്കും. നേരെ മറിച്ച് ക്രിസ്തുവിനോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ വേവലാതി ഉണ്ടാവുകയില്ല. കാരണം എന്താണ്? നമ്മൾ കാണുന്നതനുസരിച്ചല്ല ജീവിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ സാധനങ്ങൾ വേണം, അതിനപ്പുറത്തേക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടാലും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിഞ്ഞാലും അതൊന്നും വേണമെന്ന് തോന്നണമെന്നില്ല. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊന്നും വേണമെന്ന് തോന്നുകയില്ല. നേരെ മറിച്ച് അവർക്കെപ്പോഴും ആഗ്രഹം കർത്താവിനോട് അടുത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിനോട് അടുത്തിരിക്കുന്നവർ ഈ വസ്തുക്കളോടൊക്കെ ഒരകൽച്ച പാലിച്ചേ മതിയാകൂ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മൾ സമൂഹത്തിലെപ്പോഴും ഒരു കൺസ്യൂമറിസം, ഉപഭോക്തൃ സംസ്കാരം വളർത്തുന്ന സമൂഹമാണ്. അതിൻ്റേതായിട്ടുള്ള അടിസ്ഥാന കാരണങ്ങളുണ്ട്. നമുക്കറിയാം, സമൂഹത്തിൽ സമ്പത്തുണ്ടാകണമെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടണം, ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ആൾ വേണം, വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ ആൾ വേണം. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ആ സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ വേണം, ഒരാൾക്ക് മാത്രം പോരാ. അപ്പോൾ ഒരു കൂട്ടർ വേറൊരു കൂട്ടരെ കൊണ്ട് എല്ലാം ഇങ്ങനെ വാങ്ങിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കൂട്ടർ ശോഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശ്വാസത്താൽ ജീവിക്കുന്നവരൊരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ശരീരത്തിൻ്റെ വസ്തുക്കളെന്ന് പറയുന്നത് അത് ഉപയോഗത്തിനുള്ളതാണ്, ഉപയോഗത്തിന് ആവശ്യമുള്ളവ വേണം. അതേ സമയത്ത് അതിനപ്പുറത്തേക്കുള്ളത് ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്കിത്രയും മതി, ഇതിൻ്റെ അപ്പുറത്ത് ആവശ്യമില്ല എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല ജീവിക്കുന്നത്, നയിക്കപ്പെടുന്നത് എന്ന് പറയുവാനായിട്ട് കഴിയുക. അപ്പോൾ ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇതാണ്. നമ്മുടെ മക്കളൊക്കെ മദ്യത്തിലും മയക്കുമരുന്നിലും അതുപോലുള്ള തെറ്റായ വഴികളിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് ശരീരത്തോടടുത്തിരിക്കാനാണ്, അല്ലെങ്കിൽ യേശുവിനോട്, കർത്താവിനോട് അടുത്തിരിക്കാനല്ല. അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താനാണ് ഇഷ്ടം. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. വീണ്ടും പൗലോസ് പറയുകയാണ്, അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? അടുത്തായാലും അകലെയായാലും കർത്താവാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഈ ലക്ഷ്യം ഞങ്ങളുടെ മനസ്സിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എപ്പോഴുമുണ്ട്. അത് മറന്നു കഴിയുമ്പോഴാണ് നമ്മൾ വഴിതെറ്റിപ്പോവുക. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് നിരന്തരമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. പോകുന്ന സ്ഥലം നമ്മൾ മറന്നു പോയാൽ പിന്നെ നമ്മൾ അതിലിതിലേക്ക് പോയെന്ന് വരും. എന്തിനാണ് ഞാനിതിലെ വന്നത് എന്ന് ചിലപ്പോൾ മറന്നു പോകും. നമ്മൾ കണ്ടില്ലേ, ഈ ഓർമ്മക്കുറവ്, അൾസൈമേഴ്സ് ബാധിച്ച മനുഷ്യർ, അവർ വെറുതെ അങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഓർത്തോണ്ട് ഇറങ്ങുന്നത്, പക്ഷെ ഇറങ്ങിക്കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് മറന്നു പോകും. എന്തിനാണ് അങ്ങോട്ട് ഇറങ്ങിയെന്ന് മറന്നു പോകും. അങ്ങനെയുള്ളവർ പിന്നെ ഏതെങ്കിലും വഴിക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുക, തോന്നുന്നിടത്തോടെ പോകും. അപ്പോൾ നമുക്ക് ഈ യേശു ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ കാഴ്ചയാൽ ജീവിക്കാനുള്ള ഒരു പ്രവണതയിൽ ചെന്ന് പെട്ടെന്ന് വരാം. നേരെ മറിച്ച് നമ്മളെ നയിക്കേണ്ടത് എപ്പോഴും വിശ്വാസത്താലാണ്. ആ വിശ്വാസം ഈ യേശു ക്രിസ്തുവിലാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു, രക്ഷകനായ യേശു ക്രിസ്തു, അവിടുന്ന് സ്വീകരിച്ച, നമുക്ക് കാണിച്ചു തന്ന ആ വഴിയാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ വഴി എന്ന് വിശ്വസിക്കാൻ കഴിയുക. വീണ്ടും പറയുകയാണ്, എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഹാജരാകണം. അപ്പോൾ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക്, നമുക്കറിയാം നമ്മൾ ഈ ലോകത്തിൽ ശരീരത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരീരത്തിനോട് അടുത്തിരിക്കാനാണ് പരിശ്രമിച്ചതെങ്കിൽ ആ തരത്തിലുള്ളൊരു പ്രതിഫലമായി കിട്ടാൻ പോവുക.
നേരെ മറിച്ച് നമ്മൾ കർത്താവിനോട് അടുത്തിരിക്കാനാണ് പരിശ്രമിച്ചതെങ്കിൽ ആ തരത്തിലുള്ളൊരു പ്രതിഫലമായി കിട്ടാൻ പോവുക. കേവലം നമ്മൾ ക്രൈസ്തവരായതുകൊണ്ട് മാത്രം ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ് നമ്മളിലുണ്ടാവേണ്ടത്. അത് വേണമോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിന്. പക്ഷേ നമ്മൾ ആ തിരഞ്ഞെടുപ്പ് ശരിയായ രീതിയിൽ നിർവഹിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ്. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ്, ആ ക്രിസ്തുവിനോട് അടുത്തിരിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ആ തിരഞ്ഞെടുപ്പ് ശരിയായി എന്ന് പറയാൻ കഴിയുക. അപ്പോഴാണ് നമുക്കും പൗലോസിനെ പോലെ പറയാൻ കഴിയുക, ഞങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. പ്രിയമുള്ളവരെ, നമ്മളെ വിശ്വാസത്താൽ നയിക്കപ്പെടുന്നവരാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കാഴ്ചയാൽ നമ്മളിൽ ആരെങ്കിലും നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ പിന്മാറാനും പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, നിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നീ അയച്ചതെന്നുള്ള ഞങ്ങൾക്കെപ്പോഴും വഴികാട്ടിയായിട്ട് ആ വഴിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ കാണുന്നവയിൽ ആശ്രയമിക്കാതെ നിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഈ ലക്ഷ്യം എപ്പോഴും ഞങ്ങളുടെ കൺമുമ്പിലുണ്ടായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പ്രതിസന്ധികളിലൂടെയും തടസ്സങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകുവാൻ, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരാകുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ എപ്പോഴും ശ്രവിക്കണമേ. ഞങ്ങളുടെ കർത്താവായ, ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആമേൻ.